Hi dear friends, welcome back to David the Little Champ. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തേക്കുവാണ്. അതിനായിട്ട് നമുക്ക് വൈറ്റ് പേപ്പേഴ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാസ്റ്റിംഗ് കളർ ആയിട്ടുള്ള പേപ്പറായാലും യൂസ് ചെയ്യാം, ക്രാഫ്റ്റ് പേപ്പർ യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇംപ്രഷൻ കൂട്ടാം. അതിന് ശേഷം നമ്മൾ ഫാബ്രിക് പെയിൻ്റ് എടുക്കുക. കുറച്ച് ഞാൻ ആദ്യം കയ്യിൽ തേച്ചിട്ട് ചെയ്ത് നോക്കി, എന്നിട്ട് ശരിയായില്ല. അതിനേക്കാളും ബെറ്റർ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ അങ്ങനെ പരന്നിട്ടുള്ള പ്ലേറ്റോ എന്തെങ്കിലും എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തമ്പ് കൊണ്ടുവന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇംപ്രഷൻ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറെ കാലിൻ്റെ ഇംപ്രഷനൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് വർക്കാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇംപ്രഷൻ എടുക്കുമ്പോഴത്തേനും എല്ലാ പോർഷനും സെയിമായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് പോർഷൻ എന്താ ചെയ്യുന്നത്, വരച്ചു കൊടുക്കണം. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ആ സെയിം കളർ എടുത്ത് വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് കളറാണോ പ്രിഫർ ചെയ്യുന്നത് ആ കളർ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു വർക്കിന് പ്രധാനമായിട്ട് വേണ്ടുന്നത് പേഷ്യൻസാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റിസൾട്ടിലോട്ട് എത്തിയേക്കുന്നത്. അതുപോലെ തന്നെ കളർ ഉണങ്ങാനായിട്ട്, ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ 2-3 വർക്ക് ഒരുമിച്ച് ചെയ്തത്. കാരണം അങ്ങനെ വരുമ്പോഴത്തേന് ഒരെണ്ണത്തിന് ഉണങ്ങാൻ ഉള്ള ആ ഒരു ടൈം എനിക്ക് അടുത്ത വർക്ക് ചെയ്യാം. അതുകൊണ്ട് കാലിൽ ഇംപ്രഷൻ ഞാൻ ഈ രീതിയിലാണ് എടുത്തത്. എന്നാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലിൻ്റെ ഇംപ്രഷൻ എടുക്കുമ്പോഴത്തേന് നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ പോർഷൻസും കാലിൻ്റെ ടോയുടെ എല്ലാ പോർഷൻസും നമുക്ക് വേണമല്ലോ. അന്നേരം അങ്ങനത്തെ പരന്ന പ്ലേറ്റോ എന്തെങ്കിലും കണ്ടെയ്നറോ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡിസൈൻ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇംപ്രഷൻ എടുക്കാം. എനിക്കിവിടെ 2 ഡിസൈനായിരുന്നു വേണ്ടത്. അതനുസരിച്ചാണ് ഞാൻ ഇംപ്രഷൻ എടുത്തിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പം ഒരു കളറ് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചാണ് എല്ലാ ഇംപ്രഷനും എടുത്തേക്കുന്ന ഒരു കളറും ശേഷം വേണ്ടുന്ന കളറ് നമ്മൾ അതിനകത്ത് പെയിൻറ്റ് ചെയ്യുകയോ ചെയ്തത്. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം റെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിൽ അത് ഉണങ്ങിയതിന് ശേഷം വേറെ കളറ് പെയിൻറ്റ് ചെയ്യുകയോ ചെയ്തേക്കുന്നത്. ഒരു കളർ മിക്സിങ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് കളറ് അധികം വേസ്റ്റ് ആവത്തില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഷെയ്ഡൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്ത് ഇംപ്രഷൻ അവിടെ കൊണ്ടുവരാനായിട്ടാണ് വേറെ കളറിൽ ഇങ്ങനെ ഒരു സോക്സ് മോഡലിൽ വച്ചേക്കുന്നത്. ഡോഗ്സിൻ്റെ ഒക്കെ ആയാലും അങ്ങനെയൊക്കെ ചെയ്യത്തില്ല, ആ ഒരു ഇംപ്രഷൻ ഇവിടെ കൊണ്ടുവരാനായിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇവിടെ റെഡ് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഡ് കളറ് ഭയങ്കരമായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാവത്തില്ല എന്ന് വിചാരിച്ചു. അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് അത്ര വലിയ ഒരു ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് നമ്മളൊരു ബ്ലാക്ക് ഡോട്ട് ഇടുമ്പോഴത്തേന് കുറച്ചും കൂടെ അതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതേപോലത്തെ ക്രിയേറ്റീവായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ പോയി ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇമ്പ്രസീവായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ഇമേജിന് ഒരു ചെറിയ ബോർഡറൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്യുകയോ അല്ലാതെ തന്നെ റോൾ ചെയ്ത് കൊടുക്കുകയോ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ ചെയ്യാം. ഒരു കുഞ്ഞു ഗിഫ്റ്റ് നമ്മളുമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ആ വ്യക്തിക്ക് വേണ്ടി എടുത്തു എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ഇത് വാങ്ങുന്ന ആൾക്കും അത് മനസ്സിലാവും. പിന്നെ എപ്പോഴും റോസാപ്പൂ മാത്രം അല്ലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിനെ ഒരുപാട് കിടിലമാക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിങ്സ്, നമ്മളെന്തെങ്കിലും മെസ്സേജ് റൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഇമ്പ്രസീവ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നിയൊരു മെസ്സേജ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്രിയേറ്റീവ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്രിയേറ്റീവ് എന്താണെന്ന് നോക്കാം. അതും ഈ സെയിം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലെഗിൻ്റെ ഇംപ്രഷൻ, ടോയുടെ ഇംപ്രഷൻ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ പിസ്സ ആർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേന് എന്താ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള എഫേർട്ട്, നമ്മുടെ സ്നേഹം അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡു ചെക്ക് അവർ വീഡിയോസ് ഫോർ മോർ ക്രിയേറ്റീവ് ഐഡിയാസ് and share the videos to your family, friends and enable support to us. Okay, bye bye, see you soon.